ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചു. ചർച്ചയ്ക്കായി 18 മണിക്കൂർ നീക്കിവച്ചിരിക്കുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പരോൾ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പയ്യന്നൂർ ബോംബേർ കേസിൽ പരോൾ അനുവദിച്ചത് ചട്ടപ്രകാരമെന്ന് മന്ത്രി MP രാജേഷ്. കുടിവെള്ളം സാമൂഹിക അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളം നാളെ അസമിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചു. ലോക്സഭയിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. രാജ്യസഭയിൽ BJP അംഗം C സദാനന്ദൻ മാസ്റ്ററും നന്ദിപ്രമേയം അവതരിപ്പിക്കും. നന്ദിപ്രമേയ ചർച്ചയ്ക്കായി 18 മണിക്കൂർ നീക്കിവച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ മാസം 13 വരെയാണ് ബജറ്റ് സമ്മേളനത്തിന്റെ ഒന്നാം ഘട്ടം. മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് രണ്ടാം ഘട്ടം. 2 ഘട്ടങ്ങളിലുമായി 30 ദിവസമാണ് ഇരുസഭകളും ചേരുക. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. പരോൾ വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ ബഹളം വച്ചത്. പയ്യന്നൂരിൽ പോലീസിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകുന്നതിന് പോലീസ് കൈക്കൂലി വാങ്ങിയ സംഭവം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് KK രമയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ വിഷയം അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. പയ്യന്നൂരിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് ചട്ടപ്രകാരമാണെന്ന് മന്ത്രി MP രാജേഷ് സഭയിൽ അറിയിച്ചു. അതേസമയം സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച സഭയിൽ ഇന്ന് ആരംഭിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഐശ്വര്യഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി മന്ത്രി OR കേളു നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വനാവകാശ നിയമപ്രകാരം 4185 കുടുംബങ്ങൾക്കായി 4552.19 ഏക്കർ ഭൂമി നൽകിയതായും മന്ത്രി സഭയെ അറിയിച്ചു. 15-ന് താഴെയുള്ള ഉന്നതികളിൽ പ്രത്യേക ഒരു ഘടകപതിയായിട്ട് ഒരു പദ്ധതി കൂടി ഐശ്വര്യഗ്രാമം എന്ന ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി ഈ വർഷം ആരംഭിക്കാൻ കുറിച്ചിട്ടുണ്ട് സാർ. വനാവകാശ പ്രകാരം 4185 കുടുംബങ്ങൾക്കായി ആകെ 4552.19 ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട്. വനാവകാശത്തോടെ ലഭിച്ച മുഴുവൻ കുടുംബങ്ങളെയും റവന്യൂ രേഖകൾ നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളം സാമൂഹിക അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. അശാസ്ത്രീയമായ കുഴൽക്കിണർ നിർമ്മാണം തടയുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. സാർ, കുടിവെള്ളത്തെ ഒരു സാമൂഹിക അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സാർ സർക്കാരിന്റെ പ്രഖ്യാപിത നയം. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ജലനയത്തെക്കുറിച്ച് ഒരു കരട് ജലനയത്തം പുതുക്കി കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാർ, 4 സോണുകളിലായിട്ടാണ് 4 ബ്ലോക്കുകളിലായിട്ടാണ് കേരളത്തിന്റെ ഭൂജല ലഭ്യത നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഓപ്പൺ വെല്ലിന് ഒരു അപകടവും ഇല്ലാതെ സാധാരണ നിലയിൽ വ്യാവസായിക ആവശ്യത്തിന് മാത്രമേ ഭൂജല വകുപ്പിന്റെ NOCയുടെ ആവശ്യം മേടിക്കുന്നുള്ളൂ. ആ വിധത്തിലൊരു പ്രയാസവും ഉണ്ടാകാതെ നോക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ അതത് സമയത്ത് സ്വീകരിച്ചു വരുന്നു. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അനുകൂല ഉത്തരവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. കോടതി അനുമതി ലഭിച്ചാൽ ഏകദേശം 22,000-ഓളം അധ്യാപകർക്ക് നിയമന തീയതി മുതൽ സ്ഥിര നിയമനം നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. 2 കേസുകളിലും ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. അതേസമയം കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണ കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. OP ബഹിഷ്കരിച്ചാണ് സമരം. ശമ്പള കുടിശ്ശിക വിതരണം, പുതിയ നിയമനങ്ങളിലെ കാലതാമസം തുടങ്ങിയവയിൽ പ്രതിഷേധിച്ചാണ് സമരം. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, അടിയന്തര ശസ്ത്രക്രിയകൾ എന്നിവയെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് SSLC, IT പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി. മോഡൽ പരീക്ഷ 16 മുതൽ 20 വരെ നടക്കും. SSLC, THSLC, AHSLC പരീക്ഷകൾ അടുത്ത മാസം 5 മുതൽ 30 വരെ നടക്കും. ഏപ്രിൽ 7 മുതൽ 25 വരെയാണ് മൂല്യനിർണ്ണയ നടപടികൾ. മെയ് 8-ന് പരീക്ഷാഫലം പ്രഖ്യാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ അസ്വാഭാവിക മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. പ്രത്യേക ജുഡീഷ്യൽ അന്വേഷണത്തിന് നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ മാസം 30-നാണ് CJ റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരാതെ നെല്ല് സംഭരണത്തിന് സംവിധാനം നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. സമിതി ശുപാർശകൾ അടുത്ത സീസൺ മുതൽ പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കാനാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, കാർഷിക ഉൽപാദന കമ്പനികൾ എന്നിവ മുഖേനയായിരിക്കും നെല്ല് സംഭരണം നടക്കുക. സംഭരിച്ച ഉടൻ കർഷകർക്ക് വില നൽകുന്നത് ഉൾപ്പെടെയുള്ള സമിതിയുടെ ശുപാർശകളും മുൻഗണനാ ക്രമത്തിൽ നടപ്പിലാക്കും. അടുത്ത സീസൺ മുതൽ പാലക്കാടും അടുത്ത വർഷം മുതൽ മറ്റു ജില്ലകളിലും നടപ്പിലാക്കാനാണ് തീരുമാനം. സപ്ലൈകോ തന്നെയായിരിക്കും നോഡൽ ഏജൻസി. ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിച്ച് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി കർമ്മസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിക്കായുള്ള ശ്രീധരന്റെ ഓഫീസ് മലപ്പുറം പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതിക്കായി 5 മാസം കൊണ്ട് DPR തയ്യാറാക്കുമെന്നും റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ടു പോകുന്നതെന്നും ശ്രീധരൻ അറിയിച്ചു. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. തണ്ണീർത്തടങ്ങളും പാരമ്പര്യ അറിവുകളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആവാസ വ്യവസ്ഥയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് ഇത്തരം ദിനാചരണങ്ങൾക്ക് പ്രാധാന്യം ഏറുന്നതായി പക്ഷിഗവേഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ C. സുശാന്ത് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. തണ്ണീർത്തടങ്ങൾ വളരെ സവിശേഷമായ ഒരു ആവാസ വ്യവസ്ഥ ഉൾക്കൊള്ളുന്നതാണ്. ധാരാളം ജലസസ്യങ്ങൾ, മത്സ്യങ്ങൾ, മറ്റു ജലജീവികൾ, പക്ഷികൾ എന്നിവയെ നിലനിർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് തണ്ണീർത്തടം. തണ്ണീർത്തടങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയാനും ഉള്ള ഒരു സ്ഥലമായിട്ടാണ് പരിണമിച്ചിരിക്കുന്നത്. ലോക തണ്ണീർത്തട ദിനം തണ്ണീരിടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രചോദനമായി തീരട്ടെ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നാളെ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരളം അസമിനെ നേരിടും. അസമിലെ സിലാപത്തർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടക്കുന്ന കേരള കുംഭമേളയ്ക്ക് നാളെ സമാപന ചടങ്ങുകളിൽ 2 ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. മാഘമാസത്തിലെ മകം നക്ഷത്രം, ദ്വിതീയ തിഥി എന്നീ അത്യന്തം ശ്രേഷ്ഠമായ ദിനത്തിലാണ് മഹാമാഘത്തിന്റെ സമാപനം കുറിക്കുന്നത്. സംസ്ഥാനത്ത് കൂൺ കൃഷി കൂടുതൽ ശാസ്ത്രീയമായി വ്യാപിപ്പിക്കുന്നതിന് വിവിധ ജില്ലകളിൽ നിന്നുള്ള കൂൺ കർഷകർ, സംരംഭകർ എന്നിവർ അടങ്ങുന്ന 25 പേരുടെ ആദ്യ സംഘം ഹിമാചൽ പ്രദേശിലേക്ക് യാത്ര തിരിച്ചു. സോളനിലെ ഡയറക്ടറേറ്റ് ഓഫ് മഷ്റൂമിലാണ് ഒരാഴ്ചത്തെ പരിശീലനം നടക്കുന്നത്. ഹോർട്ടികൾച്ചർ മിഷൻ നടപ്പിലാക്കുന്ന സമഗ്ര കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള തുടർ പരിശീലന പരിപാടികളുടെ ഭാഗമായാണ് പഠനയാത്ര. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 322 പോയിന്റ് ഉയർന്ന് 81,045-ലും നിഫ്റ്റി 59 പോയിന്റ് വർദ്ധിച്ച് 24,885-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു. ചർച്ചയ്ക്കായി 18 മണിക്കൂർ നീക്കിവച്ചിരിക്കുന്നതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പരോൾ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. പയ്യന്നൂർ ബോംബേർ കേസിൽ പരോൾ അനുവദിച്ചത് ചട്ടപ്രകാരമെന്ന് മന്ത്രി MB രാജേഷ്. കുടിവെള്ളം സാമൂഹിക അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി K. രാജൻ.
സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളം നാളെ അസമിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.